എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള വെള്ളയപ്പമില്ലേ സൂപ്പർ സ്പീഡിൽ എങ്ങനെ ചെയ്യാം എന്ന് കാണിച്ചു തരാം. അപ്പോൾ തലേ ദിവസം അരി കുതിർത്ത് വെക്കുകയോ വെള്ളത്തിലിടുകയോ അരച്ച് വെക്കുകയോ ഒന്നും ചെയ്യണ്ട. എല്ലാം കൂടെ ഒരു 5 മണിക്കൂർ മതി. 2 കപ്പ് അരിക്കുള്ളതാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പ്രത്യേക അവസരങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഇതൊന്ന് കഴുകണം വൃത്തിയായിട്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത്. എങ്കിലേ സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാവുകയുള്ളൂ. ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 2 കപ്പ് അരി ഇഡ്ലി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ പച്ചരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് മതി. അപ്പോൾ ഈ 2 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങയാണ് വേണ്ടത്. പക്ഷേ ഇപ്പം ഞാൻ ഈ 1.5 കപ്പ് ഇടുന്നുള്ളൂ. കാരണം ഇത് അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനകത്ത് ചുവന്നുള്ളിയും ജീരകം അരച്ച് ചേർക്കണമല്ലോ. ആ സമയത്ത് അത് തന്നെ അരച്ച് ചേർക്കാതെ ബാക്കി 1/2 കപ്പ് തേങ്ങയുടെ കൂടെ അത് ചേർത്ത് അരച്ച് നമുക്ക് അപ്പം ചേർക്കാം. അപ്പം നമ്മളിപ്പം ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കുവാണ്. അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ അരയ്ക്കുന്നത്. അതുകൊണ്ട് അരി വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ കുതിർത്ത് വെക്കാവൂ. ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്. ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ മാറിപ്പോകരുത്. തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ നിന്നാണ് എടുത്ത് ചെയ്യുന്നതെങ്കിൽ തേങ്ങ ചൂടാക്കിയിട്ട് ഇടാവും. ആയിട്ടെല്ലാം നോർമൽ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെന്ത മട്ട റൈസ്. നമ്മളിത് പെട്ടെന്ന് പുളിക്കാനായതുകൊണ്ട് അല്ലെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യാനായതുകൊണ്ട് ഇപ്പോൾ ഉപ്പിടുന്നില്ല. തലേദിവസമേ ചെയ്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് ഉപ്പിട്ട് വെക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം. ചൂടുള്ള വെള്ളമാണ്, തിളച്ചതല്ല. എങ്കിലും തൊട്ട് നോക്കുമ്പോൾ ആ ചൂടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്ന പോലെ ചൂടുള്ള വെള്ളമാണ്. ഞാനിപ്പോൾ 2 കപ്പോളമാണ് ഒഴിച്ചത്. ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഈ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ അരയ്ക്കുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കഷ്ടിച്ചൊന്ന് നികക്കെയുള്ള വെള്ളം മതി. ഇതൊരു 3 മണിക്കൂറോളം ഒന്ന് അടഞ്ഞിരിക്കും. നമ്മുടെ മിക്സിയുടെ ബൗളിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്കിത് 1ആയിട്ടോ 2ആയിട്ടോ അരച്ചെടുക്കാം. ഈ വെള്ളം കളയരുത്. ഈ വെള്ളത്തിനകത്ത് ഈസ്റ്റിൻ്റെയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് അരയ്ക്കല്ല. ഈ വെള്ളം ഉപയോഗിക്കണം. ഇത് പോരായെങ്കിൽ മാത്രം വേറെ വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നമുക്കിനി പൊങ്ങാനായിട്ടൊരു പാത്രത്തിൽ വെക്കാം. ഭയങ്കര തണുപ്പുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ അത്രയും പെട്ടെന്ന് ഇതാവത്തില്ല. അപ്പോൾ ഒന്നിൽ മൈക്രോവേവിലോ കുക്കിംഗ് റേഞ്ചിനകത്തോ വല്ലതും നല്ലപോലെ വാമായിട്ടുള്ളിടത്ത് വെച്ചെങ്കിലേ അത് ഈ സെയിം എഫക്റ്റ് വരത്തുള്ളൂ. ഇപ്പോൾ ഇത് അരച്ച് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിത് പൊങ്ങിയൊന്ന് നോക്കാം. നന്നായിട്ടിത് മാവ് പൊളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 4-5 ചെറിയ ചുവന്നുള്ളി ഇതൊന്ന് ചതച്ചെടുത്താൽ മതി. നമുക്ക് ഈ അരച്ചത് ഇതിനകത്തോട്ട് ഇടാം. അപ്പം ഇതാണ് ശരിക്കും പഴയ തരത്തിലുള്ള വെള്ളപ്പം എന്ന് പറയുന്നത്. പിന്നെ ഒരു ആവശ്യമുള്ള ഉപ്പിട്ടു ഇളക്കി ചേർക്കാം. വെള്ളം വേണമെങ്കിൽ ടേബിൾ സ്പൂൺ കണക്കിനെ ഒഴിക്കാവേ, അല്ലാതെ അങ്ങ് എടുത്ത് ഒഴിച്ച് കളയരുത്. അപ്പോൾ ഈ മാവ് റെഡിയാണ്. ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. ചെറിയ ചെറിയ വട്ടത്തിൽ ഒഴിക്കാം. ചിലരിത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിലിത് തിരിച്ചിട്ടാണ് അല്ലെങ്കിൽ മറിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. മറ്റേ സൈഡ് വേവുന്ന ഉടനെ നമുക്ക് തിരിച്ചിട്ടെടുത്താൽ മതി. തിരിച്ചിടുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സൈഡ് വെള്ളയപ്പത്തിന് ഇച്ചിരി ഒരു ക്രീം കളറാകും. ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും മാവ് കലക്കി വേണം എടുക്കാൻ. ഇതിനകത്ത് ഇങ്ങനെ കുഴി നന്നായിട്ട് വന്നെങ്കിലേ ഇത് നന്നായിട്ട് വേഗത്തുള്ളൂ. ഇങ്ങനെ വെള്ളയപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇതിങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.